അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് മറ്റൊരു റമദാന് കൂടി നമ്മൾ വരവേൽക്കുകയാണ്. റബ്ബ് അനുവദിച്ചു തന്ന കാര്യങ്ങൾ ചെയ്യാനും റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഈ പുണ്യമാസത്തിൽ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ്. റമദാനിനെ വരവേൽക്കുന്ന കാര്യം പറയുമ്പോൾ റമദാനിൻ്റെ 6 മാസം മുമ്പ് തന്നെ പൂർവികരായ ആളുകളൊക്കെ റമദാനിനെ മാനസികമായി വരവേൽക്കുന്നവരായിരുന്നു. വരാനിരിക്കുന്ന റമദാനിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ റബ്ബേ നീ തൗഫീക്ക് കൊണ്ട് നൽകണമേ എന്ന പ്രാർത്ഥനയിലായിരുന്നു പൂർവികരായ ആളുകളൊക്കെ. റമദാന് പരമാവധി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ് റമദാന് കഴിയുമ്പോൾ പിന്നീടുള്ള 6 മാസങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ, റമദാനിൽ ചെയ്ത സുഹൃതങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബിനോടുള്ള പ്രാർത്ഥനയിലായിരുന്നു റമദാന് കഴിഞ്ഞാലുള്ള 6 മാസങ്ങളിൽ. ചുരുക്കത്തിൽ പൂർവികരായ നല്ല ആളുകളൊക്കെ സദാ സമയവും അവരുടെ ചിന്തകൾ മുഴുവൻ റമദാനായിരുന്നു. റമദാനായ മാസമാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ചിന്തയിലൊക്കെ റമദാൻ എന്നുള്ള ചിന്തയായിരുന്നു. കാരണം റമദാൻ പാപങ്ങളെ കരിക്കുന്ന മാസമാണ്. അതുകൊണ്ട് ഈ റഹ്മത്ത്, ഈ ആദ്യ 10 റഹ്മത്തിൻ്റെ 10 നമ്മൾ റബ്ബിനോട് റഹ്മത്തിനെ ചോദിക്കാൻ മടിക്കരുത്. വിശാലമായ ഖജനാവായുള്ള റബ്ബിൻ്റെ മുന്നിൽ കൈനീട്ടാൻ നമുക്ക് സുവർണാവസരങ്ങൾ നൽകുമ്പോൾ സദാസമയം അള്ളാഹുവിനോട് അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ എന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് സദാസമയവും അതിൻ്റെ ചിന്തയിൽ ആദ്യത്തെ 10 നമ്മൾ കഴിയണം. അതിന് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട്, റബ്ബിനോട് തൗബ ചോദിച്ചുകൊണ്ട്, തൗബ സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യമായ മാസമായ പരിശുദ്ധ റമദാന്. പരിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രാമുഖ്യമായ പ്രത്യേകത ഖുർആൻ തന്നെ എടുത്തു പറയുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, പരിശുദ്ധ റമദാനിനെ വർണ്ണിക്കുന്നത്, വിശേഷണം നൽകുന്നത് റമദാൻ, ഖുർആൻ ഇറങ്ങിയ മാസമായ ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ റമദാനിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഖുർആൻ ഓതാൻ, മനസ്സറിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക. പടച്ചവൻ തൗഫീക്ക് ചെയ്യട്ടെ. ഓരോ ഹർഫിനും എത്രയാണ് കൂലി ലഭിക്കുന്നത് പറയേണ്ടതില്ലല്ലോ. സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഫർദിൻ്റെ കൂലി നൽകുന്ന, ഫർദിന് നമ്മളുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് ഇരട്ടി പ്രതിഫലം നൽകുന്ന ഈ പരിശുദ്ധ മാസത്തിൽ ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുക. മനസ്സറിഞ്ഞ് ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തുക. ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ, രഹസ്യമായും പരസ്യമായും ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ പടച്ചവന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നതുപോലെ ലൈലത്തുൽ ഖദർ ഉൾക്കൊണ്ട് ലൈലത്തുൽ ഖദറിൽ ആ പുണ്യം കിട്ടുന്ന സജ്ജനങ്ങളെ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളതിനൊക്കെ വേണ്ടി മാനസികമായിട്ട് അതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. റബ്ബ് നമ്മളുടെ കാര്യങ്ങളൊക്കെ, കർമ്മങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നല്ല കാര്യങ്ങളിൽ ഇടപഴകാനും, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപഴകാനും, ചീത്ത കാര്യങ്ങളിൽ നിന്ന്, ഗീബത്ത് നമീമത്ത് പോലത്തെ വേണ്ടാവൃത്തികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുവാനും പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ സദാസമയവും ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.